സർ, കഴിഞ്ഞ ഒരു തലമുറ നോക്കുകയാണെങ്കിൽ കൗൺസിലിങ്ങും ഈ മൈൻഡ് പവർ വർക്ക്ഷോപ്സും അതുപോലെയുള്ള മോട്ടിവേഷണലും ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള വർക്ക്ഷോപ്സും ട്രെയിനിങ്സും ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ ഒരു 10 വർഷത്തിൽ, ഒരു 15 വർഷത്തിൽ ഇതൊരു വലിയ ബൂമിംഗ് ഇൻഡസ്ട്രി ആയിട്ട് വരുന്നുണ്ട്. എന്താണ് ഇതിന്റെ റീസൺ എന്ന് പറയാമോ? ഗുഡ് ക്വസ്റ്റ്യൻ. ആക്ച്വലി മൈൻഡ് പവർ പണ്ട് മുതലുള്ളതാണ്. കേരളത്തിൽ കേട്ടിട്ട് കുറച്ചു കാലമായിട്ടുള്ളൂ. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിത് പഠിക്കുന്നത് ഗുജറാത്തിലെ വളരെ പ്രശസ്തനായ ഒരു ഡോക്ടറിൽ നിന്നുമാണ്. ഡോക്ടർ ജിതേന്ദ്ര ആഡിയ. അദ്ദേഹം പല രാജ്യത്തും ഒരുപാട് രാജ്യങ്ങളിൽ പോയി ട്രെയിനിങ് എടുക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് ആയിട്ട് ഞാൻ ഏതാണ്ട് ഒരു 10 വർഷമായിട്ടാണ് ഞാൻ കേരളത്തിൽ ഒത്തിരി ട്രെയിനിങ് എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ട്രെയിനിങ്ങിന് ഒരുപാട് പേര് എല്ലാ സ്ഥലത്തും വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും പല ആൾക്കാരും ഇത് പഠിച്ചിട്ട് ഏതാണ്ട് 80ഓളം പരിശീലകർ, അസോസിയേറ്റ് ട്രെയിനേഴ്സായിട്ട് എനിക്കുണ്ട്, ശിഷ്യരായിട്ട്. അവർ ഞാൻ പ്രത്യേകമായിട്ട് ഇത് എങ്ങനെ ട്രെയിനിങ് കൊടുക്കണം എന്നുള്ളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ട്രെയിനിങ് കൊടുത്തിട്ടുള്ളവരാണ്. അപ്പോൾ ആ ട്രെയിനിങ് എടുത്തതിന് ശേഷം ഒരുപാട് പേര് കേരളത്തിൻ്റെ അങ്ങോളം ട്രെയിനിങ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് തുടങ്ങാനുള്ള റീസൺ തന്നെ, നമ്മൾ തുടങ്ങി വെക്കുന്നത് നമ്മളോടുകൂടി തീരരുത്, നമുക്ക് ശേഷവും ഒരുപാട് കാലഘട്ടത്തിലേക്ക് ഇത് പിന്തുടരണം. ഞാൻ ആ ഒരു ആശയത്തിൻ്റെ പേരിലാണ് ഇത് ഇത്രയും പേർക്ക്, 19 പേർക്ക് ഞാൻ ഈ അറിവ് പകർന്നു കൊടുത്തതും എൻ്റെ രീതികളെല്ലാം ഞാൻ ഡോക്ടർ ആഡിയയിൽ നിന്നും പഠിച്ചത് ഞാൻ മറ്റുള്ളവരിലേക്ക് കംപ്ലീറ്റ് ആയിട്ടും അത് വീണ്ടും ഒന്നുകൂടെ റിഫൈൻ ചെയ്ത് ഒരുപാട് അഡീഷൻസും കുറച്ച് ഡിലീഷൻസും അതിപ്പോൾ മോഡിഫിക്കേഷൻസും കറക്ഷൻസും ഒക്കെ ചെയ്ത് ഞാൻ കൊടുക്കുകയുണ്ടായി. അപ്പോൾ അത് പല ആൾക്കാരും പ്രവർത്തിക്കും, അവർക്കെല്ലാം ഒരുവിധം നല്ല ട്രെയിനിങ് ആക്ടിവിറ്റി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അമിച്ചറായിട്ട് നടന്ന ഒരുപാട് ട്രെയിനേഴ്സ് ഈ മേഖലയിലേക്ക് വരികയും അവർ മൈൻഡ് പവറിനെ കുറിച്ച് പഠിക്കുകയും മറ്റു പുസ്തകങ്ങൾ മറ്റു സ്ഥലത്തു നിന്നൊക്കെ പഠിച്ചിട്ടൊക്കെ ഈ പ്രോഗ്രാം എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം ഒരുപാട് പേര് ഇതെടുക്കുന്നത്. പിന്നെ വേറൊരു ട്രെൻഡ് എന്തായെന്ന് വെച്ചാൽ, ഈ ആൾക്കാർ പഴയ ഒരു കാലഘട്ടമായിട്ട് ഇപ്പോൾ ഒത്തിരി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ പോസിറ്റീവ് ആശയങ്ങൾക്ക്, ഐഡിയാസിന് ഒരുപാട് ഡിമാൻഡ് ഉണ്ടായിരിക്കുന്നത്. കാരണം നെഗറ്റീവ് മടുത്തു തുടങ്ങി ആൾക്കാർ. നെഗറ്റീവ് സിനിമകൾ, ഇപ്പം നെഗറ്റീവ് സിനിമകൾ വന്നു കഴിഞ്ഞാൽ അത് അധികം ഓടാറില്ല. ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയ അതിനുശേഷം ഒരു വിജയമുണ്ടാക്കുന്ന, ഒരു നന്മയിലേക്ക് പോകുന്ന പടങ്ങളെല്ലാം വളരെ വലിയ സക്സസ്സാണ്. അങ്ങനത്തെ പുസ്തകങ്ങളെല്ലാം വലിയ വിൽപ്പനയിലാണ്. ജീവിതത്തിന് ഒരർത്ഥവുമില്ല, ഈ ജീവിതം തന്നെ നിരർത്ഥകമാണ്, എല്ലാവരും പെസിമിസ്റ്റിക് ആയിട്ട് സിനിക്കലായിട്ട് കണ്ടുകൊണ്ടിരുന്ന സംഭവങ്ങളെല്ലാം ആൾക്കാർ റിജക്റ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. പിന്നെ ആൾക്കാരുടെ ബിഹേവിയറിലുള്ള മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ, അപ്പോൾ TV ചാനൽസിൻ്റെ, റേഡിയോയുടെ, മാഗസിൻസിൻ്റെ, ഇതെല്ലാം മൾട്ടി മെത്തേഡിലുള്ള മീഡിയാസ് നമ്മളിലേക്ക് വരുന്നുണ്ട്. ഇൻ്റർനെറ്റ്, ഇപ്പോൾ ഇൻ്റർനെറ്റ് ലോകത്ത് ഇപ്പോൾ അമേരിക്കയിൽ നമ്മൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ട്രെയിനിങ് നടക്കുന്നത് മനഃശക്തിയെക്കുറിച്ചാണ്. ദീപക് ചോപ്ര നമുക്കറിയാം, ഇന്ത്യൻ ബേസാണ്. പക്ഷേ അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ ട്രെയിനർമാരിൽ ഒരാളാണ്. ഏതാണ്ട് 92ഓളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ റോബിൻ ശർമ്മ, ഇങ്ങനെ അനേകം ആൾക്കാർ, ആന്റണി റോബിൻസ്, ഒരുപാട് പേര് ഈ മനഃശക്തിയെ ബേസ് ചെയ്തിട്ട്, പക്ഷെ വിവിധ പേരുകൾ അവർ വിളിക്കുന്നു, മനഃശക്തി തന്നെ പറയുന്നതിന് പകരം. അപ്പോൾ ഇതെല്ലാം ആക്ച്വലി ഇതിൻ്റെ എല്ലാം ഇവരെല്ലാം ട്രെയിനിങ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് സാധനം നമ്മുടെ വേദങ്ങളിൽ നടത്തുന്ന ഉപനിഷത്തുകളിൽ നിന്നൊക്കെ പോയിട്ടുള്ള കാര്യങ്ങളാണ്. പതഞ്ജലി മഹർഷി 2200 വർഷങ്ങൾക്ക് മുമ്പ് മനഃശക്തിയെക്കുറിച്ച് ഏറ്റവും വലിയ കാര്യങ്ങൾ പറഞ്ഞു. ഇന്നും നമ്മുടെ സായിപ്പ് കണ്ടെത്തിയിട്ടില്ലാത്ത, ചിന്തിച്ചിട്ടില്ലാത്ത വഴിയിലൂടെ അദ്ദേഹം ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ മനഃശക്തിയെക്കുറിച്ച് ആദ്യമായിട്ടൊരു പുസ്തകം ഇറങ്ങിയത് തന്നെ 1904 അപ്പോൾ ഏതാണ്ട് നമുക്കൊരു 112 വർഷങ്ങളോളം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ ഡോക്ടർ ജോസഫ് മർഫിയുടെ 1960കളിലെ വളരെ വിപുലമായിട്ടുള്ള പഠനങ്ങളാണ്. അപ്പോൾ അതിനുശേഷം അനേകം യൂണിവേഴ്സിറ്റികളിൽ മനഃശക്തിയെക്കുറിച്ചുള്ള പഠനങ്ങളും പ്രോജക്റ്റുകളും, പിന്നെ പ്രൊഫസർ വില്യം ജെയിംസ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് മുഴുവനും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ഇനീഷ്യേറ്റീവ് മനഃശക്തിയെക്കുറിച്ച്, പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു തരംഗം തന്നെ ലോകത്തിലുണ്ടായി. അപ്പോൾ ഇപ്പം അതും, അപ്പോൾ ഈ മനസ്സിനൊരു ഫിറ്റ്നസ് ഉണ്ട്. ഇപ്പോൾ ശരീരത്തിൻ്റെ ഫിറ്റ്നസ് അതുപോലെ മനസ്സിനൊരു ഫിറ്റ്നസ് ഉണ്ട്. അപ്പോൾ ഈ മനസ്സിൻ്റെ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് ആൾക്കാർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അപ്പം ശരീരത്തിൻ്റെ ഫിറ്റ്നസ്സിന് നമുക്ക് നാട് മുഴുവനും ജിമ്മുകളും ഹെൽത്ത് ക്ലബ്ബുകളും ഒക്കെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ ആഹാരം കഴിക്കുന്ന രീതി ഒത്തിരി മാറിയിട്ടുണ്ട്. വെജിറ്റേറിയനിലേക്കൊക്കെ, ഫ്രൂട്ട്സിലേക്കൊക്കെ ഒരുപാട് പേര് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓർഗാനിക് ഫുഡ് കഴിക്കുന്നു. ഇപ്പം നമുക്ക് കാണാം, നേരത്തെ നമ്മൾ കിഡ്നി അസുഖം എന്നൊന്നും പറഞ്ഞ് അധികം കേട്ടിട്ടേ ഇല്ല. ഇപ്പം എല്ലാ ദിവസവും നമ്മൾ ചുറ്റുവട്ടത്തെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ക്യാൻസർ രോഗികൾ വളരെ അപൂർവമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ക്യാൻസർ രോഗികൾ സർവ്വസാധാരണമായിരിക്കുന്നു. അപ്പോൾ എന്നതുപോലെ തന്നെ ഈ മെൻ്റൽ ഫിറ്റ്നസ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രോഗങ്ങൾ, ഒരുപാട് രോഗങ്ങൾ മാനസിക ജന്യ അസുഖങ്ങളാണ്. സൈക്കോ എന്ന് പറഞ്ഞാൽ മനസ്സ്, സൊമാറ്റിക് എന്ന് പറഞ്ഞാൽ ബോഡി. അപ്പോൾ മനസ്സിൽ നിന്നും ശരീരത്തിൽ വരുന്ന അസുഖങ്ങളാണ് നമുക്ക് വളരെ കൂടുതലായിട്ടുള്ള അസുഖങ്ങൾ. അപ്പോൾ എന്നതുപോലെ തന്നെ അത് ഒഴിവാക്കാൻ നോക്കുന്നതിൻ്റെ ഭാഗമായിട്ടും
ഡോക്ടർമാർ ഇന്നിപ്പോൾ നിർദ്ദേശിക്കുന്നുണ്ട് നിങ്ങൾ മരുന്ന് മാത്രം കഴിക്കുന്നതിന് കൂടെ തന്നെ ഇപ്പം മെയിൻ സ്ട്രീം മെഡിസിനിൽ തന്നെ ഇൻ്റർനാഷണൽ ഒരു തീമാണ് മെഡിറ്റേഷൻ കൊണ്ട് ഒരുപാട് രോഗങ്ങൾ കുറയ്ക്കാൻ പറ്റുമെന്നും രോഗങ്ങൾ ഇല്ലാതാക്കാൻ പറ്റുമെന്നും അതിൻ്റെ കൂടെ സപ്ലിമെൻ്ററി ആയിട്ട് മെഡിസിൻസും കൂടെ ഇപ്പം മെഡിസിൻ പ്ലസ് മെഡിറ്റേഷൻ അപ്പോൾ ഈ ഒരു ഐഡിയയിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കേരളത്തിലും ഇങ്ങനെ ഒരുപാട് മൈൻഡ് പവറിൻ്റെ പരിശീലന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മിക്കവാറും എല്ലാ ട്രെയിനിങ്ങിനകത്തും ആൾക്കാർ ഫുള്ളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് മാറണമെന്ന് ജനത്തിനൊരു വലിയ ആഗ്രഹമുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് മനഃശക്തിയുടെ സാധ്യതകൾ പഠിച്ച് ഈ പറഞ്ഞ പോലെ ഉപയോഗപ്പെടുത്തുന്ന ഒരുപാട് പേരുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഓപ്ഷൻ നമ്മുടേതാണ്. ഈ പറഞ്ഞ നമ്മളൊരു ഫുഡ് കഴിക്കാൻ ചെല്ലുന്നിടത്ത് നല്ല ഫുഡും ഉണ്ട്, നമുക്ക് ഇഷ്ടപ്പെടാത്ത ഫുഡും ഉണ്ട്. അതിൽ തിരഞ്ഞെടുക്കാവുന്ന പോലെ നമുക്ക് ഇഷ്ടപ്പെട്ട തിരഞ്ഞെടുക്കാനുള്ള അവസരം ഇവിടെ ഉണ്ട്.